എത്ര പെട്ടെന്നല്ലേ ഈ നവംബറും കടന്നുപോയത്. ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, റിവൈസ് നല്ലപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് നടക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഡിസംബറിനുള്ളിൽ എന്തായാലും പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ രാവിലെ 5 മണിയായിട്ട് എണീറ്റ് പിന്നെ ആദ്യം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയ്ക്കകത്ത്, ഡെയിലി പ്ലാനർ എന്ന് പറയുന്നത്. അതിനകത്തിട്ട് നമ്മുടെ ചാപ്റ്ററൊക്കെ എഴുതി. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പ്ലാൻ കിങ്ഡം വായിച്ച്. പ്ലാൻ കിങ്ഡം കുറച്ച് എനിക്കാണെങ്കിൽ എത്ര പഠിച്ചാലും അതിൻ്റെ എന്താ പറയുക, എക്സാമ്പിൾസൊക്കെ ഇങ്ങനെ മാറി മാറി തിരിഞ്ഞൊക്കെ പോകും. പിന്നെ അതെല്ലാം വായിച്ച് കഴിഞ്ഞ് ഞാൻ ടൈമർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ടൈമറൊക്കെ ഇട്ടാണ് പഠിച്ചത്. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു 13 മണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞ് തന്നെ ഞാനൊരു ടൈമറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ പ്ലാൻ കിങ്ഡം എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ബ്രീത്തിങ്ങിലേക്ക് പോയി. അങ്ങനെ ബ്രീത്തിങ് എനിക്ക് ഇച്ചിരി സിമ്പിളാണ്. അങ്ങനെ ബ്രീത്തിങ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഇലക്ട്രോ കെമിസ്ട്രിയിലേക്കാണ്. അങ്ങനെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ സൈലത്തിൻ്റെ BPP ഒക്കെ വെച്ച് പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നല്ല ക്ഷീണിച്ച്. അപ്പം ഞാനങ്ങ് എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്ന് ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ് കാണാമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും പറയാം, ഇനി എന്തായാലും പഠിച്ചേ പറ്റൂ. കുറച്ച് മാസമല്ലേ ഉള്ളൂ, ഇനിയൊരു അറൗണ്ട് 5 മന്ത്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, എന്തായാലും നമുക്ക് കിട്ടും. അങ്ങനെ GSC 3 ക്ലാസ്സോട് കൂടി എൻ്റെ മോർണിംഗ് സെക്ഷൻ അവിടെ അങ്ങനെ അവസാനിച്ചു.